ഒന്നും പറയില്ല, തീരെ കൊള്ളില്ല. ഭയങ്കര അൺസഹിക്കബിൾ ആയിരുന്നു. കുറെ കാലത്തിന് ശേഷം സൂര്യയുടെ ഒരു നല്ല പടം കണ്ട് കാണാൻ വന്ന, പക്ഷെ ഭയങ്കര മോശം, വളരെ മോശമായിരുന്നു. ഒന്നും ഇഷ്ടപ്പെട്ടില്ല. ലാസ്റ്റ് കുറച്ച് ആ ഒരു സൂര്യന്റെ വേറെ വേഷമുണ്ട്, അത് മാത്രം ഇഷ്ടപ്പെട്ടുള്ളൂ. ഇല്ല ഇഷ്ടപ്പെട്ടില്ല. സൂര്യ ഗോഡ് മോഡ് ബ്ലാസ്റ്റ് ചെയ്തിട്ടുണ്ട്. സൂര്യ ഫാൻസിന് തിരിച്ചറിയാനുള്ള ഒരു മൂവി ആയിട്ടുണ്ട്. സൂപ്പറാണ്, അടിപൊളിയായിരുന്നു. ഫാൻസിന് ഒരു ട്രീറ്റ് ആണ്. പടം കൊള്ളാം, ഒരു തിരിച്ചറിവ് തന്നെയാണ് ഉള്ളത്. പക്ഷെ ഇടയ്ക്ക് വെച്ച് കുറച്ച് ലാഗ് ഉണ്ടെങ്കിലും ഇത് നമ്മളൊരു ലോജിക്ക് ഇല്ലാതെ ഇത് കാണണം. ഒരു ലോജിക്കോടെ കണ്ടു കഴിഞ്ഞാൽ പടം അങ്ങോട്ട് ദഹിക്കത്തില്ല. പിന്നെ ഒരു സാധനം, ഒരു തീ എപ്പോഴും പോകും. കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു. സൂര്യയുടെ കംബാക്ക് എന്ന് തന്നെ പറയാം. സ്റ്റോറി ഒക്കെ അടിപൊളിയായിരുന്നു. സൂര്യയുടെ കംബാക്ക് ആണ്, നല്ല സിനിമയാണ്, എല്ലാവരും ഒന്ന് കാണാം. മാസ് മൂവി, സൂപ്പർ അടിപൊളി. കൊള്ളാം, കുഴപ്പമില്ല. മൂവി അടിപൊളിയായിരുന്നു. നല്ല പടം, നല്ല സൂര്യയുടെ കിടിലൻ പെർഫോമൻസ്, നല്ല മാസമായിരുന്നു. ഇന്ദ്രൻസിന്റെ ആസ് യൂഷ്വൽ കിടിലൻ പെർഫോമൻസ് ആണ്. ഇന്ദ്രൻ ചേട്ടൻ പണ്ടേ കിടിലാണ്. நாங்க தமிழ்நாட்டுல இருந்தா வரோம். இங்க நாங்க ட்ரைனிங்காக வந்தோம். சோ இன்னைக்கு வீக்கெண்ட் நல்ல நாங்க படம் பார்க்க வந்தோம். சூப்பரா இருந்துச்சு கருப்பு மூவி. This is the first time I'll be watching Tamil movie in other state. I mean in Kerala. என்னோட லாங்குவேஜ்ல பார்க்கிறது I'll be very happy. നല്ല സിനിമയായിരുന്നു. ஓகே അടിപൊളി. ബ്ലാസ്റ്റ് நல்லாയിരുന്നു, സൂപ്പറായിരുന്നു. സൂപ്പറായിരുന്നു. വളരെ മോശം. സൂപ്പർ. വൺ ഓഫ് ദ കരിയർ ബെസ്റ്റ് മൂവി. ഇന്ദ്രൻസ് അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. കുഴപ്പമില്ല. കൊള്ളാം. നല്ല സിനിമ, കംബാക്ക് ആണ്. കുഴപ്പമില്ല, പക്ഷെ സബ്ജക്ട് എല്ലാവർക്കും ഡൈജസ്റ്റ് ആവുന്ന ഒരു ടൈപ്പ് സബ്ജക്ട് ആണ്. ഭയങ്കര എന്റർടൈനർ പടമാണ്. പക്ഷെ എല്ലാവർക്കും ഡൈജസ്റ്റ് ആവാത്ത സബ്ജക്ട് ആണ് എന്നുള്ളത് കൊണ്ട് കേരളത്തിൽ എങ്ങനെ വർക്കാവുന്ന കണ്ടു അറിയണം. പടം ഭയങ്കര ആർട്ടിഫിഷ്യാലിറ്റി ആണ്. അഭിനയം കൊള്ളാം, പക്ഷെ പടം ഭയങ്കര ആർട്ടിഫിഷ്യാലിറ്റി ആണ്. ഇത് തനി തമിഴ് പടം, തമിഴ് മാസ് പടമാണ്. മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്നുള്ള കാര്യം സൂര്യ ഫാൻസിന് ഇഷ്ടപ്പെടും. ബാക്കി കഥ വെച്ച് നോക്കുമ്പോൾ കഥ പോരാ. പടം ഭയങ്കര ആർട്ടിഫിഷ്യാലിറ്റി ഒരു ഫീൽ ഉണ്ട്. നല്ല ബോറായിട്ടുണ്ട്. ആക്ടിംഗ് ഒക്കെ സൂപ്പറാണ്, പക്ഷെ സിനിമ ബോറായിട്ടുണ്ട്. കമർഷ്യലായിട്ട് നോക്കിയാൽ കൊള്ളാം, അല്ലാതെ ലോജിക്ക് നോക്കാൻ പോയാൽ ഒന്നുമില്ല. படம் நல்லா இருக்கு. எனக்கு மலையாளம் தெரியாது, தமிழ் தான். சூப்பரா இருக்கு. நல்ல மூவியாയിരുന്നു, നല്ല മൂവിയാ. അടിപൊളി. കണ്ടിരിക്കാം. നല്ലായിരുന്നു. എൻട്രി ഒക്കെ നല്ലതായിരുന്നു, അടിപൊളി മൂവിയായിരുന്നു, ഇഷ്ടപ്പെട്ടു. കുറച്ച് ലാഗായി പോയി, പക്ഷേ സൂര്യയുടെ എൻട്രി ഒക്കെ അടിപൊളിയായിരുന്നു. ലോജിക്ക് മൂവി വൈസ് നൈസ് ആയിരുന്നു. കുറെ വർഷങ്ങൾക്ക് ശേഷം സൂര്യയുടെ നല്ലൊരു ഹിറ്റ് സിനിമയാണ്. നല്ല എന്റർടൈൻമെന്റ് ആണ്. ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടെ കിടലായിട്ടുണ്ട്. ചിലർ നെഗറ്റീവ് ഒക്കെ പറയുന്നു. നെഗറ്റീവ് ഒന്നും പറയാനൊന്നുമില്ല, അത്ര നെഗറ്റീവ്. പിന്നെ ആദ്യം വന്നത് കുറച്ച് ആർട്ടിഫിഷ്യൽ, ഇതൊന്നും ഒരു എന്താ പറയാ, ഒരു കൊമേഴ്ഷ്യൽ മൂവിയും പിന്നെ ഒരു ഗോഡ് തിങ്സ് ആണ്. അപ്പോ ഇപ്പൊ അറിയാലോ, എല്ലാ സ്ഥലത്തും എല്ലാ ഭാഗത്തും കമ്മീഷൻ, കറപ്ഷൻ, അതുപോലെ ഒരു സെറ്റപ്പ് ആണല്ലോ. അപ്പൊ അതൊക്കെ മാറണമെങ്കിൽ മനുഷ്യൻ വിചാരിച്ച് നടക്കില്ല. അത് ദൈവം വന്ന് സഹായിക്കുന്ന പോലെ സൂര്യയുടെ ഒരു ക്യാരക്ടർ അങ്ങനെ ചെയ്തിരിക്കുകയാണ്. RJ വില്ലേജ് അടിപൊളി ചെയ്തിട്ടുണ്ട്. ഇന്ദ്രൻസിന്റെ പെർഫോമൻസ് അടിപൊളി, നല്ല പെർഫോമൻസ്, നല്ല മൂവി, എല്ലാവരും കാണാം, എന്റർടൈൻമെന്റ് ആണ്. അടിപൊളിയാണ്, നൈസാണ്. ഒരു തമിഴ് ടെംപ്ലേറ്റ് പടമാണ്. ഫാൻസിനുള്ള പടമാണ്, ഫാൻസിനുള്ള കുറെ റെഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അൾട്ടിമേറ്റ്ലി ഒരു തമിഴ് ടെംപ്ലേറ്റ് പോലെയാണ് എനിക്ക് തോന്നിയത്. കൊള്ളാം, പടം കൊള്ളാം. പ്ലോട്ടൊക്കെ നൈസാണ്. പ്ലോട്ട് കൊണ്ടുവന്ന രീതി, അത് എടുത്തു വെച്ചിരുന്ന രീതി, ഡയറക്ഷൻ ഭയങ്കര അടിപൊളിയാണ്. RJ ബാലാജിയുടെ പെർഫോമൻസ് അടിപൊളിയാണ്. സൂര്യയുടെ പെർഫോമൻസ് ഓഫ് കോഴ്സ് അടിപൊളിയാണ്. പക്ഷേ സ്റ്റിൽ ആ ഒരു തമിഴ് ടെംപ്ലേറ്റ് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് പടത്തിൽ. കൊള്ളാം, കുഴപ്പമില്ല. വൺ ടൈം വാച്ചബിൾ മൂവി, അത്രേ ഉള്ളൂ.